നാട്ടിലേക്ക് തിരിച്ച ബാജിറാവുവിനെ കാണാനായി മസ്താനി അവന്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നു. അവിടെ നായകന്റെ അമ്മയും റിലേറ്റീവ്സും അവളെ അംഗീകരിച്ചില്ലെന്നു മാത്രമല്ല വെറുമൊരു നർത്തകിയുടെ സ്ഥാനം അവൾക്ക് നൽകുകയും അവരുടെ ബന്ധം ഭാര്യയായ കാശി അറിയാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുമുണ്ട്. എന്നാൽ ഇവരെയെല്ലാം എതിർത്ത് മുസ്ലിമായ മസ്താനിയെ മറ്റൊരിടത്ത് പാർപ്പിക്കുകയും അവളുമായി ബന്ധം തുടരുകയും ചെയ്യുന്നു. ഒരിക്കൽ കൊട്ടാരത്തിൽ വെച്ച് ഇവരെ ഒന്നിച്ചു കണ്ട കാശി ഇവരുടെ ബന്ധം സങ്കടത്തോടെയാണെങ്കിലും അംഗീകരിക്കുന്നു. ഒരിക്കൽ കാശി ബാജിറാവുവിനോട് ഇങ്ങനെ പറയുന്നുണ്ട്. തന്റെ ഭർത്താവായ കൃഷ്ണനോട് രുക്മിണി ഒരിക്കൽ പറഞ്ഞു, ഞാൻ നിന്നെ അതിയായി സ്നേഹിക്കുന്നുണ്ട്. എന്നിട്ടും ഭാര്യ എന്ന പദവിയേക്കാൾ നിന്റെ പ്രണയിനി എന്ന സ്ഥാനമാണ് എനിക്ക് വേണ്ടിയിരുന്നത്. കാരണം ഒരു ഭാര്യയുടെ ബന്ധം എത്ര പവിത്രമാണെങ്കിലും ജനങ്ങളെപ്പോഴും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നത് പ്രണയിതാക്കളെയാണ്. കേട്ടിട്ടില്ലേ ജനങ്ങളെപ്പോഴും രാധാകൃഷ്ണൻ എന്ന് വാഴ്ത്തുന്നത്? ഇത് കേട്ട് ബാജിറാവു പറയുന്നുണ്ട്, കാശി നീയും മസ്താനിയും എനിക്ക് ഒരുപോലെയാണ്. ഇത് കേട്ട് കാശി പറയുന്നുണ്ട്, കൃഷ്ണനും ഇത് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെ വർഷങ്ങൾ പിന്നിട്ടു. രണ്ട് ഭാര്യമാരും ഒരേ സമയം പ്രഗ്നന്റ് ആവുകയും ഓരോ ആൺകുഞ്ഞിന് ജന്മം നൽകുന്നുമുണ്ട്.